ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ സുധീഷ് നമ്മുടെ നിധിക്ക് വേണ്ടി ഒരു പുതിയ സർപ്രൈസ് ഒരുക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു സ്കൂട്ടി നമ്മുടെ ഹരീഷ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം സുധീഷ് പറഞ്ഞായിരുന്നു നിധിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടി വാങ്ങണം, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങണം. അപ്പം നല്ല വണ്ടി വരികയാണെങ്കിൽ ഹരീഷ് നീ പറയണമെന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. അങ്ങനെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ ഒരാളൊരു വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും വരികയാണെങ്കിൽ നല്ല വിലയ്ക്ക് കൊടുക്കണം എന്ന രീതിയിലാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ആ വിവരം നമ്മുടെ ഹരീഷ് സുധീഷിനെ അറിയിച്ചുവല്ലോ. അങ്ങനെ സുധീഷിനോട് ആ കാര്യം പറയണേ. സുധീഷിന് പിന്നെ ഉറക്കയില്ല. നേരം വെളുത്ത് നമ്മുടെ ഹരീഷിനൊന്ന് പല്ല് പോലും തേക്കാനുള്ള അവസരം കൊടുത്തില്ല. നീ ഒന്ന് വേഗം വാ, കാരണം എനിക്കത് കണ്ടാലേ സമാധാനമുള്ളൂ എന്നും പറഞ്ഞ് സുധീഷ് നമ്മുടെ ഹരീഷിനെയും കൊണ്ട് നേരെ രാവിലെ തന്നെ വർക്ക്ഷോപ്പിൽ പോവാണ്. അപ്പം അതിൻ്റെ വിശേഷമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മുടെ സ്റ്റാർ ബട്ടൺ ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. ലൈക്കും ഹൈപ്പും പ്രധാനമാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പിലെത്തി. ഹരീഷ് വർക്ക്ഷോപ്പ് തുറന്നു. അങ്ങനെ നമ്മുടെ സുധീഷ് വണ്ടി കാണുകയാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അല്ലടാ നീയല്ലേ പറഞ്ഞ ഇത് പുത്തൻ വണ്ടി പോലെയൊക്കെ ഇരിക്കുമെന്ന്. അതെ, പുത്തൻ വണ്ടിയൊക്കെ വേണമെങ്കിലേ വല്ല ഷോറൂമിൽ പോയി ഇറക്കേണ്ടി വരും. ഇതിൻ്റെ എൻജിനും മറ്റുമൊക്കെ നല്ല കണ്ടീഷനെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുധീഷേട്ട ഇതൊന്ന് ഓടിച്ച് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഹരീഷ് ആ വണ്ടിയുടെ കീ സുധീഷിനെ ഏൽപ്പിക്കുകയാണ്. സുധീഷ് ഒന്ന് ഒരു റൗണ്ട് ഓടിച്ച് വന്നിട്ട് പറഞ്ഞു, വണ്ടിയൊക്കെ നല്ല അടിപൊളി കണ്ടീഷനാണ്, ഇനി വില നമുക്ക് ഒക്കുമോ എന്നുള്ളതാണ് അത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹരീഷ് പറഞ്ഞു, അതെ ഇപ്പം തന്നെ ആ ഓണർ വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്, അയാൾ വരട്ടെ എന്ന് പറഞ്ഞു. നമ്മളെ വിലയ്ക്ക് ഒതുങ്ങി കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു അല്ലേടാന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ സ്കൂട്ടിയുടെ ഓണർ വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, സാറേ എൻ്റെ ഏട്ടന് വേണ്ടിയിട്ടാണ് വണ്ടി. അപ്പോൾ വണ്ടിയൊക്കെ ഏട്ടന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏട്ടൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ്, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ സുധീഷ് പറഞ്ഞു, സാറേ എനിക്ക് വണ്ടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്കൂട്ടിയുടെ ഓണർ പറഞ്ഞു, അതെ വണ്ടി അധികം ഒന്നും ഉപയോഗിക്കാത്ത വണ്ടിയാണ്, 2 വർഷമായിട്ട് വണ്ടി ആരും അങ്ങനെ എടുക്കാറില്ല. കാരണം എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് വണ്ടി അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് വല്ലതും ഒന്ന് സ്റ്റാർട്ടാക്കി എവിടെയെങ്കിലും ഒന്ന് പോയി വല്ല കടയിലോ മറ്റോ പോയിട്ട് വരും. അപ്പോൾ ഇതങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇത് വിൽക്കണേന്ന് പറഞ്ഞു. വണ്ടി ഞങ്ങൾ പൂ പോലെ സൂക്ഷിച്ചിരുന്ന വണ്ടിയാണ്, യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് പറഞ്ഞു, അപ്പോൾ സാറേ വില എങ്ങനെയാണ് ഉദ്ദേശിക്കണേന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തായാലും ഹരീഷിൻ്റെ ഏട്ടനല്ലേ, ഞാൻ അങ്ങനെ വലിയ വിലയൊന്നും പറയണില്ല, ഒരു 30 രൂപയ്ക്ക് നമുക്ക് ഒതുങ്ങുകയാണെങ്കിൽ വണ്ടി ഇന്ന് കച്ചവടമാക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അല്ല സാറേ 30 രൂപയോ, കുറച്ചും കൂടെ ഒന്നും കുറയില്ലേ, ഇച്ചിരി പഴയ വണ്ടിയല്ലേ പഴയ വണ്ടിയല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയണേ. വണ്ടി പഴയതൊക്കെ തന്നെ, പക്ഷേ എങ്കിലും വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഹരീഷിൻ്റെ ചോദിച്ചു നോക്ക്, എൻജിനും അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ല സാറേ എന്നാലും കുറച്ചൊന്നും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൂടെ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തായാലും ഹരീഷിൻ്റെ ചേട്ടനല്ലേ, ആ ഒരു പേരിൽ ഒരൊറ്റ വില, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ബാർഗെയിനിങ് ഇല്ല, 25 രൂപ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് സാറേ കുറച്ചും കൂടെ, ഇനി ഒരു കുറയിലൊന്നുമില്ല, ഈ വിലയ്ക്കാണെങ്കിൽ വണ്ടി നിങ്ങൾക്ക് എടുക്കാമെന്ന് അയാൾ സ്കൂട്ടിയുടെ ആ ഓണർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒടുവിൽ സുധീഷ് നമ്മുടെ ഹരീഷിനെ കുറച്ച് മാറ്റി നിർത്തിയിട്ട്, എടാ നീ എന്താ പറയണേ, വണ്ടി എടുക്കണോ, 25 രൂപയ്ക്ക് ഒതുക്കിയാലോ എന്നിങ്ങനെ സുധീഷ് ഹരീഷിനോട് ചോദിക്കണേ. അപ്പോൾ ഹരീഷ് പറഞ്ഞു, വണ്ടിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യണം, ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വേണം വണ്ടി കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞു. എടാ നീ എന്തായി പറയണേ, ഫുൾ എമൗണ്ട് കൊടുക്കുക, എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ, ഉണ്ടായിരുന്ന പൈസയല്ലേ നീ എടുത്തുകൊണ്ടുവന്ന് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്, ഇനി എൻ്റെ കയ്യിൽ ഉണ്ടാവുമോ, ഞാനൊരു കാര്യം ചെയ്യാം, 10 രൂപ അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു. വണ്ടി എന്തായാലും ഇന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അതെങ്ങനെ 10 രൂപ അഡ്വാൻസ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എൻ്റെ ഒപ്പം ഒന്ന് നിന്നാൽ മതി. എൻ്റെ പൊന്നു സുധീഷേട്ടാ, അവസാനം എൻ്റെ തല കൊണ്ട് പാളത്തിനടി വെക്കണ അവസ്ഥ വരുത്തരുത് കേട്ടോ, സുധീഷേട്ടനായതുകൊണ്ട് ഞാൻ പറയുന്നത് ഹരീഷ് പറഞ്ഞു. അതൊന്നും ഇല്ലടാ ചെറുക്കാൻ, ഞാൻ കൊടുത്തോളാം, 1-2 ആഴ്ചയ്ക്കകത്ത് കൊടുത്താൽ പോരെ, നീ എൻ്റെ ഒപ്പം ഒന്ന് നിന്ന് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കിക്കൊള്ളാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ സുധീഷ് പതുക്കെ അയാളുടെ അടുത്തോട്ട് വന്നു. വന്നിട്ട് പറഞ്ഞു, സാറേ
ഞാൻ എന്തായാലും വണ്ടി എടുത്തോളാം, എനിക്ക് വണ്ടി എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ടോക്കൺ അഡ്വാൻസ് തരാം, എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ടോക്കൺ അഡ്വാൻസ് എന്നിട്ട് കൊണ്ടുപോവുക? അയാൾ ചോദിച്ചു. അതെ, ബാക്കി ഞാൻ പെട്ടെന്ന് തന്നെ തരാം. അയ്യോ, അതെന്ത് കച്ചവടമാണ്? ഇതാ സാർ, ഈ 10 രൂപ അങ്ങോട്ട് പിടിയെന്നും പറഞ്ഞ് സുധീഷ് അയാളുടെ കയ്യിൽ ഒരു 10,000 കൊടുക്കണം. അപ്പോൾ അയാൾ എന്നെ നോക്കിയപ്പോൾ അത് 10 രൂപയേ ഉള്ളൂ. അല്ല, അപ്പോൾ ബാക്കി പൈസയോ? അത് ഞാൻ തരാന്നേ, നമ്മളൊക്കെ ഒരു നാട്ടുകാർ, ഒരു ആൾക്കാരല്ലേ സാറേ. ഇപ്പോൾ ഈ വണ്ടി സാറിൻ്റെ വീട്ടിൽ അവിടെ കൊണ്ട് വെച്ചാലും ഒരാൾ പോലും അനക്കാനോ തൊടാനോ ഇല്ല. ഞാൻ കൊണ്ടുപോയണമെങ്കിൽ എൻ്റെ വൈഫിനെ ഓടിക്കുകയും ചെയ്യാം, അവൾക്ക് ജോലിക്കും പോവാം, ഒക്കെ ചെയ്യാമല്ലോ. നമ്മളൊന്നും ഇവിടെ നിന്നൊന്നും പോണില്ലല്ലോ സാറേ, പിന്നെ എന്തിനാണ് സാറ് പേടിക്കണ? എന്നാൽ അങ്ങനെ അല്ലല്ലോ അതിൻ്റെ ഒരു വണ്ടി കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി തന്നു വിടണമെങ്കിൽ അതിൻ്റേതായ ചിട്ടാവട്ടങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയാം, അല്ല സാറേ, ചേട്ടൻ കുഴപ്പമൊന്നുമില്ല, തന്നോളൂ എന്നുള്ള രീതിയിൽ ഹരീഷും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒടുവിൽ അയാൾ പറഞ്ഞു, എന്തായാലും ബുക്കും പേപ്പറും ഒക്കെ ഞാൻ വണ്ടി വണ്ടിയുടെ ഫുൾ എമൗണ്ട് തന്നിട്ടേ ഞാൻ തരുള്ളൂ എന്ന് പറയണേ. അപ്പോൾ സുധീഷ് ഞാൻ അതൊന്നും ഒരു കുഴപ്പമില്ല, അത് സാറ് സൗകര്യം പോലെ തന്നാൽ മതി. അല്ല, ബാക്കി പൈസ നിങ്ങൾ എപ്പോൾ തരാമെന്നാണ് ഉദ്ദേശിക്കണേന്ന് ആ സ്കൂട്ടിയുടെ അയാൾ ചോദിക്കണേ. അപ്പോൾ നമ്മുടെ സുധീഷ് പറയാം, സാറേ ഒരു 1-2 ആഴ്ചയോ? അതെന്താണ്? അപ്പോൾ പറഞ്ഞേ, സാറേ ചിലപ്പോൾ ഞാൻ നാളെ തന്നെ തരും, എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് കയറാനുണ്ട്, അത് കയറി അപ്പം തന്നെ സാറിൻ്റെ വീട്ടിൽ കൊണ്ട് ഞങ്ങൾ പൈസ അങ്ങ് തന്നേക്കാം പോരേന്ന് ചോദിച്ചു. അവസാനം സുധീഷിൻ്റെ വായിലെ വർത്തമാനത്തിൽ അയാൾ അങ്ങ് വീഴേണ്. ഒടുവിൽ വണ്ടി കൊടുത്തു വിടേണ് കേട്ടോ. അങ്ങനെ 10 രൂപ ടോക്കൺ അഡ്വാൻസും കൊടുത്ത് ഒക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ സുധീഷ് പറഞ്ഞു, പാടാ നമുക്ക് ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു വീട്ടിലോട്ട്. അതെന്തിനാ ഇപ്പം തന്നെ കൊണ്ടുപോകാന്നേ, വീട്ടിൽ ഇനി ഇവിടെ ഇരിക്കണേ എന്തിനാന്നും പറഞ്ഞ് സുധീഷും ഹരീഷും കൂടെ വണ്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ വീട് എത്താറായപ്പോഴത്തേക്കും സുധീഷ് പറഞ്ഞു, അതെ ഞാൻ ഇറങ്ങട്ടെ, നീ ഇനി ഈ വണ്ടി ഒന്ന് ഉരുട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അതെന്തിനാ? അതെ, നിധിക്ക് ഒരു സർപ്രൈസൊക്കെ ആയിട്ട് വേണ്ടടാ ഇത് കാണിക്കാനും കൊടുക്കാനും ഒക്കെ, നിനക്കൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന് പറയും. എൻ്റെ സുധീഷ് നേരെ അകത്ത് കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഭാസ്കർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഹരീഷ് വണ്ടി ഇങ്ങനെ കൊണ്ടുവരണം കണ്ടു. അങ്ങനെ ഭാസ്കർ വണ്ടി അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ വന്ന് ഒരു ബീഡിയൊക്കെ വായിൽ വെച്ച് വണ്ടി ചുറ്റിനുമൊക്കെ നോക്കുകയാണ്. ഈ സമയത്ത് ഹരീഷ് പറയും, ആ വായിലിരുന്ന് പോയിക്കുന്ന സാധനം അങ്ങോട്ടെടുത്ത് വല്ല പള്ളയെ കളയാവോ, ആ നിധിയേട്ടത്തി ഇപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ? അപ്പോഴേക്കും ഭാസ്കരൻ പതുക്കെ അവിടെ നിന്ന് മാറി കേട്ടോ, നിന്നു. ഇനിയിപ്പോൾ സിഗരറ്റ് വലിക്കണെങ്ങനെ നിധി കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നം വേറെ ലെവല്. അങ്ങനെ നമ്മുടെ സുധീഷ് നേരെ അകത്ത് ചെല്ലുമ്പോൾ സുഭാഷും നികേഷും ഒക്കെ നിൽക്കണം. അങ്ങനെ അവരുടെ അടുത്ത് പറയും, ഇങ്ങനെ വണ്ടി വാങ്ങി 2 വീലർ സ്കൂട്ടി ഒരെണ്ണം മേടിച്ചു എന്നിറങ്ങണം. അവർ വന്ന് നോക്കുമ്പോൾ നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ആർക്കാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, നിധിക്ക് വേണ്ടി വാങ്ങിയതാണ്, ഞാൻ മേടിച്ചതെന്ന് സുധീഷ് പറയണേ. നിധിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാം എന്നും പറഞ്ഞ് സുധീഷ് നികേഷിൻ്റെ അടുത്ത് പറയും, എടാ നീ പോയി ഒരു ടവലോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നേ, ഇതിങ്ങനെ മൂടിയിട്, നിധി കണ്ണ് തുറക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാന്ന് പറയും. അതൊക്കെ എന്തിനാന്ന് പറയാം. അങ്ങനെ അവസാനം നികേഷ് എന്നൊരു തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വരെയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹരീഷ് പറയും, ഞാൻ പോയി നിധിയേട്ടത്തീനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, പോടാ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നോളാം, ഞാനല്ലേ പൈസ മുടക്കണത്, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോവാണ്. അപ്പം നമ്മുടെ സുഭാഷ് പറയും, നിധിക്ക് ഭയങ്കര സന്തോഷമാവും അല്ലേ മോനെ ഈ വണ്ടി, അല്ലടാ ഈ വണ്ടി കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സുധീഷ് അവിടെയൊക്കെ വിളിച്ചിട്ട് നിധിയെ കണ്ടില്ല കേട്ടോ. അങ്ങനെ റൂമിൽ ചെന്ന് തട്ടുമ്പോൾ നിധി റൂമിലുണ്ട്. അങ്ങനെ നിധി റൂം തട്ടി തുറക്കുമ്പോൾ സുധീഷ് എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, അതെ ഒന്ന് പുറത്തോട്ട് വരാമെന്ന് ചോദിക്കും. എന്തിനാന്ന് ചോദിക്കും. അതെ തനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. താൻ കണ്ണടച്ച് വരണമെന്ന് പറയും. എന്ത് ഗിഫ്റ്റാ? അതൊക്കെ വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ ഇങ്ങനെ കണ്ണ് അടച്ചു വെച്ചിട്ട് നിധിനെയും കൊണ്ട് ഫ്രണ്ടിലോട്ട് വരെയാണ് കേട്ടോ. അപ്പോൾ ആ സമയം നിധി പറയും, ഞാൻ കണ്ണ് തുറന്നോട്ടെ. വേണ്ട ഇപ്പോൾ തുറക്കല്ലേ. അപ്പോഴാണ് സുധീഷ് നോക്കുമ്പോൾ വണ്ടി ഒരു കീറിയ ഒരു ബെഡ്ഷീറ്റും കൊണ്ട് മൂടിയിരിക്കുക. അപ്പം നികേഷിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനത്തെ കീറിയ ബെഡ്ഷീറ്റാണോ എടുത്ത് വിരിക്കണത്? നല്ലൊരു ബെഡ്ഷീറ്റ് എടുത്ത് നിനക്ക് മൂടാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അപ്പം നികേഷ് പറയും, ഇത് മതി, ഇപ്പം തന്നെ നമ്മൾ തുറക്കല്ലേ സുധീഷ് ചേട്ടാന്ന് പറഞ്ഞു. എന്നാലും നല്ല തുറന്ന് എടുത്തുവിടുക. അപ്പം നിധി പറഞ്ഞു, അതെ കുറേ നേരം ഞാനിപ്പോൾ തന്നെ കണ്ണു തുറക്കട്ടോ. അയ്യോ തുറക്കല്ലേ എന്ന് പറയും. അപ്പോഴേക്കും സുധീഷ് വിചാരിക്കും, അല്ല നമ്മുടെ നികേഷ് വിചാരിക്കും, എന്നാൽ വേറൊരു ബെഡ്ഷീറ്റ് പോയി മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞ് ആ ബെഡ്ഷീറ്റ് അങ്ങ് എടുത്ത് മാറ്റണതും നിധി കണ്ണ് തുറക്കണത് ഒരുമിച്ചായിട്ടോ. അപ്പോൾ നിധി കണ്ണ് തുറന്ന് നേരെ കാണുന്നത് ഈ സ്കൂട്ടിയാണ്. അപ്പോൾ നിധി ചോദിക്കും, അല്ല ഇതാർക്കാ സ്കൂട്ടി? അപ്പോൾ അവർ സുധീഷ് പറയും, അതെ ഇത് ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിയെന്ന് പറയും. ഇതാരാ വാങ്ങിയേ? ഞാനാ മേടിച്ചതെന്ന് പറയും. അയ്യോ എന്തിനാ ഇത് വാങ്ങിയെന്നൊക്കെ ചോദിച്ചു. അതെ താനല്ലേ എപ്പോഴും പറയാറ് തനിക്ക് സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ വണ്ടിയിൽ പോകാം, അതാണ് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടൊരു വണ്ടി മേടിച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, തനിക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയാം, ആ ഇഷ്ടമായി എന്ന് പറയും. അപ്പോഴാണ് എല്ലാവരും ആ ഒരു സത്യം അറിയണത്. അതായത് നമ്മുടെ നിധിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ
നിധി പറയും, അല്ല എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പം നികേഷ് ചോദിക്കും, അപ്പോൾ നിധിയേട്ടത്തേക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അതും ഇല്ല എന്ന് പറയും. അപ്പോഴേ സുധീഷാണെങ്കിൽ ഒരു ചിരി അങ്ങോട്ട് ചിരിക്കും കേട്ടോ. അല്ല, ഇത്രയും വലിയ വീട്ടിലെ ആളാണ്, ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ല, എന്നിട്ടാണ് എന്തൊക്കെ സ്വപ്നം, എനിക്ക് സാലറി കിട്ടുമ്പോൾ സ്കൂട്ടി മേടിക്കണം, മഴയത്ത് ഓടിച്ച് പോകണം, പിന്നെ കാറ് മേടിക്കണം, ഒരു കുന്തമായിട്ട് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് കളിയാക്കും കണക്ക് നിധിനെ കളിയാക്കും കണക്ക് അങ്ങ് ചിരിക്കുക കേട്ടോ. നിധി നോക്കുമ്പോൾ കുറേ നേരമായിട്ട് ചിരിക്കണം. അപ്പോൾ സുഭാഷ് പറയും, എടാ എന്തിനാടാ അവളെ കളിയാക്കണേ, അതൊന്നും സാരമില്ല, പഠിക്കാവുന്ന കേസല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പം നിധി പറയും, അതെ ഒന്ന് ചിരി നിർത്താവോ എന്ന് ചോദിച്ച് സുധീഷിൻ്റെ അടുത്ത് ദേഷ്യപ്പെടും കേട്ടോ. എന്നിട്ട് പറയും, വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ പോരെ, അതിന് ഇത്ര മാത്രം ചിരിക്കാനും കളിയാക്കാനും ഒന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ പറയും, നികേഷ് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോടോ എന്ന് നിധി ചോദിക്കും. എനിക്കറിയാം ഏട്ടത്തി എന്ന് പറയും. എന്നാൽ നീ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് തന്നാൽ മതി എന്ന് പറയും. നമുക്കിപ്പോൾ തന്നെ പോയി പഠിക്കാമെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, അയ്യോ അതെങ്ങനെ, ഞാനല്ലേ വണ്ടി മേടിച്ചു തരുന്നത്, ഞാൻ പഠിപ്പിച്ചു തരാം. അതെ ഇപ്പോൾ തൽക്കാലം എന്നെ നികേഷ് പഠിപ്പിച്ചു തന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ നികേഷ് സുധീഷിൻ്റെ കയ്യിൽ നിന്ന് ആ വണ്ടിയുടെ കീ മേടിക്കുകയാണ്. എൻ്റെ നിധിയും കൂട്ടി ഗ്രൗണ്ടിൽ പോയി വണ്ടി ഓടിക്കാൻ വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. സുധീഷിന് എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ അയ്യണമെന്നായിപ്പോയില്ലേ. നിധിയെ വണ്ടിയൊക്കെ ഓടിച്ച് പഠിപ്പിച്ച് നല്ലൊരു അടിപൊളിയാക്കി ഇങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒരു അടുപ്പം കിട്ടുമല്ലോ. ഇതൊക്കെ സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരുന്ന നിമിഷങ്ങളായിരുന്നു. അതെല്ലാം തകർത്ത് വാരിക്കൊണ്ടാണ് നികേഷ് ഗോളടിച്ച് ദേ പോണു. ആകെ എന്തോ പെട്ടെന്ന് കൈപ്പോയി, സുധീഷിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഇനി കാണാം അല്ലേ, നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് നിധി പഠിച്ച് ഇനി വണ്ടി പെട്ടെന്ന് തന്നെ പഠിച്ച് ജോലിക്കൊക്കെ പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.